ഇതാണ് വൈറ്റ് ഹൗസ്. ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ വ്യക്തികളിൽ ഒരാളായ US പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിക്കുന്ന സ്ഥലം. പക്ഷേ ഇതൊരു സാധാരണ വീടല്ല. നമ്മുടെ വീടുകളിൽ കാണാത്ത ഒരുപാട് പ്രധാനപ്പെട്ട പ്രസിഡൻഷ്യൽ ഓഫീസുകളും ബിസിനസ് റൂമുകളുമൊക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ശത്രുക്കളുടെ ഒരു പ്രധാന ടാർഗറ്റും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയും സേഫായി വെച്ചിരിക്കുന്നതെന്നും ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നും എല്ലാത്തിനുമുപരി ഇതിനിടയിൽ US ഗവൺമെൻറ് എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നും കൂടാതെ അവർ എങ്ങനെയാണ് US സ്റ്റോക്കുകൾ ഇവിടെ നിന്നും കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവ് മാൻഷൻ എന്നു പേരുള്ള വൈറ്റ് ഹൗസ് അമേരിക്കൻ തലസ്ഥാനത്തെ ഏറ്റവും പഴയ ഫെഡറൽ ബിൽഡിംഗ് ആണ്. 1790 ജോർജ് വാഷിംഗ്ടൺ പോട്ടോമാക് നദിയുടെ തീരത്ത് ഫെഡറൽ ഗവൺമെന്റിന് ഒരു സ്ഥലം വേണമെന്ന് പ്രഖ്യാപിച്ചു. വൈറ്റ് ഹൗസിന്റെ ഡിസൈനിനായി അവർ ഒരു കോമ്പറ്റീഷൻ നടത്തി. ഭാവി പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ ഉൾപ്പെടെ 9 പേർ പ്ലാനുകൾ കൊടുത്തു. പക്ഷേ അവസാനം ജെയിംസ് ഹോബന്റെ ജോർജിയൻ മാൻഷൻ ഡിസൈനാണ് അവർ സെലക്ട് ചെയ്തത്. 3 നിലകളും 100-ലധികം മുറികളുമുള്ള ഈ കെട്ടിടം സാൻഡ്സ്റ്റോൺ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1800 ഫെഡറൽ ഗവൺമെൻറ് ഫിലാഡൽഫിയയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് മാറി. രാജ്യത്തെ 2ാമത്തെ പ്രസിഡന്റായ ജോൺ ആഡംസ് പണി തീരാത്ത ഈ വീട്ടിലേക്ക് തൻ്റെ ഭാര്യ അബിഗെയിലിനൊപ്പം താമസം മാറി. അതിനുശേഷം വന്ന എല്ലാ പ്രസിഡന്റുമാരും ഈ വൈറ്റ് ഹൗസിലാണ് താമസിച്ചത്. പക്ഷേ പണി തീർന്ന് ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷം 1812 യുദ്ധസമയത്ത് ബ്രിട്ടീഷുകാർ ഈ ബിൽഡിങ്ങിന് തീവച്ചു. 1792 പണി തുടങ്ങിയ ഈ ബിൽഡിങ്ങിന് 1814 ഓഗസ്റ്റിലാണ് ബ്രിട്ടീഷുകാർ തീവച്ചത്. ഭാഗ്യത്തിന് അമേരിക്കക്കാർക്ക് ഈ ബിൽഡിംഗ് പൂർണ്ണമായും നഷ്ടപ്പെട്ടില്ല. പഴയ ആർക്കിടെക്റ്റ് ജെയിംസ് ഹോബൻ തന്നെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇത് വീണ്ടും പണിതെടുത്തു. അങ്ങനെ 1817 ആയപ്പോഴേക്കും വൈറ്റ് ഹൗസ് വീണ്ടും പ്രവർത്തന സജ്ജമായി. വൈറ്റ് ഹൗസിന് ആ പേര് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകും. അത് വളരെ സിമ്പിളാണ്. അതിൻ്റെ ആ വെള്ള നിറം കൊണ്ട് തന്നെയാണ് അതിന് ആ പേര് ലഭിച്ചത്. അതുപോലെ എക്സിക്യൂട്ടീവ് റെസിഡൻസ് എന്നതിനേക്കാൾ കുറച്ചുകൂടി വെറൈറ്റി ആയ ഒരു പേര് കൂടിയായിരുന്നു ഇത്. അങ്ങനെ പ്രസിഡന്റ് ടെഡി റൂസ്വെൽറ്റും ഈ പേര് ഉപയോഗിക്കാൻ തുടങ്ങി. ഔദ്യോഗിക രേഖകളിൽ ഇത് വൈറ്റ് ഹൗസ് എന്ന് മാറ്റാൻ അദ്ദേഹം ഓർഡർ ചെയ്തു. പെട്ടെന്ന് തന്നെ ഇത് ബിൽഡിങ്ങിൻ്റെ ഒഫീഷ്യൽ പേരായി മാറി. ടെഡി റൂസ്വെൽറ്റിൻ്റെ കാര്യം പറയുമ്പോൾ വൈറ്റ് ഹൗസിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആദ്യം ആവശ്യപ്പെട്ടത് അദ്ദേഹമാണ്. തൻ്റെ വലിയ കുടുംബത്തിന് താമസിക്കാൻ കുറച്ചുകൂടി സ്ഥലം കിട്ടാൻ വേണ്ടി പ്രധാന ബിൽഡിങ്ങിൽ നിന്ന് ഓഫീസുകൾ വെസ്റ്റ് വിങ്ങിലേക്ക് മാറ്റിയത് അദ്ദേഹമാണ്. കാലം പോകെ അവിടെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. ഇതിൽ 3ാമത്തെ നിലയും പുതിയ ഒരു ഈസ്റ്റ് വിങ്ങും ഒക്കെ ഉൾപ്പെടും. പക്ഷേ ടെഡി റൂസ്വെൽറ്റ് മാറ്റങ്ങൾ വരുത്തി ഒരു 50 വർഷം കഴിഞ്ഞപ്പോഴേക്കും ബിൽഡിംഗ് കുറേശ്ശെയായി കേടാകാൻ തുടങ്ങിയിരുന്നു. കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് കണ്ട പ്രസിഡന്റ് ഹാരി ട്രൂമാൻ അത് നന്നാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1948 മുതൽ 1952 വരെ അദ്ദേഹം വലിയൊരു റെനോവേഷൻ അവിടെ നടത്തി. ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗം പൂർണ്ണമായും മാറ്റി സ്റ്റീൽ ഫ്രെയിമുകളൊക്കെ വെച്ച് നല്ല സ്ട്രോങ് ആക്കി മാറ്റി. വൈറ്റ് ഹൗസിനെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ അദ്ദേഹത്തിന് മുഴുവൻ സമയവും കിട്ടിയില്ലെങ്കിലും ഈയൊരു മാറ്റം ബിൽഡിങ്ങിൻ്റെ പഴയ ലുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ളിൽ മോഡേൺ സൗകര്യങ്ങൾ കൊണ്ടുവന്നു. ഈ പണികൾക്കിടയിൽ എമർജൻസി സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അണ്ടർഗ്രൗണ്ട് സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. വൈറ്റ് ഹൗസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതിൻ്റെ ഹിസ്റ്ററി പോലെ തന്നെ രസകരമാണ്. ഇന്ന് വൈറ്റ് ഹൗസ് കാണാൻ ഇങ്ങനെയാണ്. ഇവിടെ 132 മുറികളുണ്ട്. ചിലപ്പോൾ ചില സീക്രട്ട് റൂമുകൾ ഒക്കെ ഉണ്ടായേക്കാം. 35 ബാത്റൂമുകളും 6 നിലകളുമുണ്ട്. ഇതുകൂടാതെ 412 വാതിലുകളും 147 ജനാലകളും 28 ഫയർ പ്ലേസുകളും 8 കോണിപ്പടികളും 3 ലിഫ്റ്റുകളും ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. പ്രസിഡന്റും ഫാമിലിയും താമസിക്കുന്നത് എക്സിക്യൂട്ടീവ് റെസിഡൻസ് എന്ന് വിളിക്കുന്ന മെയിൻ ബിൽഡിങ്ങിലാണ്. ഇവിടുത്തെ മെയിൻ റൂമുകളുടെ പേരുകൾ ബ്ലൂ റൂം, റെഡ് റൂം, ഗ്രീൻ റൂം എന്നാണ്. അതെ, ആ മുറികളുടെ കളറിന് അനുസരിച്ചാണ് ഈ പേരുകൾ ഇട്ടിരിക്കുന്നത്. പ്രസ് കോൺഫറൻസുകൾക്കും ചടങ്ങുകൾക്കും ഉപയോഗിക്കുന്ന റോസ് ഗാർഡൻ, ഒഫീഷ്യൽ പാർട്ടികൾ നടത്തുന്ന സ്റ്റേറ്റ് ഡൈനിങ് റൂം എന്നിവയാണ് മറ്റ് പ്രധാന സ്ഥലങ്ങൾ. ഇവിടെ ഒരു ലൈബ്രറിയും പേഴ്സണൽ ഡോക്ടറുടെ ഓഫീസും വരെയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വൈറ്റ് ഹൗസ് വെറും ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എൻ്റർടൈൻമെൻറ്റിനായി ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും ഒരു മൂവി തിയേറ്ററും ഒരു ബൗളിംഗ് ആലിയും വരെയുണ്ട്. പ്രസിഡന്റിന്റെ മെയിൻ വർക്ക് സ്പേസ് ആയ ഓവൽ ഓഫീസ് വെസ്റ്റ് വിങ്ങിലാണുള്ളത്. പ്രസിഡന്റ് ക്യാബിനറ്റ് മെമ്പേഴ്സുമായി മീറ്റിംഗ് നടത്തുന്ന ക്യാബിനറ്റ് റൂമും ഇവിടെ തന്നെയാണ്. വെസ്റ്റ് വിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂമാണ് സിറ്റുവേഷൻ റൂം. വെസ്റ്റ് വിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബേസ്മെന്റിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പേരിൽ റൂം എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വളരെ സെക്യൂർഡായിട്ടുള്ള കുറച്ച് മുറികളുടെയും കമ്മ്യൂണിക്കേഷൻ സെന്ററുകളുടെയും ഒരു സെറ്റാണ്. യുദ്ധമോ മറ്റ് എമർജൻസി സാഹചര്യങ്ങളോ വരുമ്പോൾ
പ്രസിഡന്റും അഡ്വൈസർമാരും ഇവിടെ ഇരുന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ബേ ഓഫ് പിഗ്സ് അറ്റാക്കിന് ശേഷം 1961 പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയാണ് ഇത് ഉണ്ടാക്കിയത്. ഇന്ന് ഇതൊരു ഹൈടെക് കമാൻഡ് സെന്ററാണ്. ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് വേഗത്തിൽ അറിയാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. സിനിമകളിൽ കാണുന്നത് പോലെ തന്നെ ഈ സിറ്റുവേഷൻ റൂം റിയൽ ലൈഫിൽ ലോകത്തെ മാറ്റാൻ കഴിയുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരിടം കൂടിയാണ്. ഈ സിറ്റുവേഷൻ റൂമിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അവ ട്രേഡ് പോളിസികളായാലും യുദ്ധമായാലും വേൾഡ് പൊളിറ്റിക്സിനെ മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിനെയും ബാധിക്കുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഓരോ അനൗൺസ്മെന്റും വാൾ സ്ട്രീറ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആപ്പിൾ, ഗൂഗിൾ, ടെസ്ല പോലെയുള്ള വമ്പൻ കമ്പനികളെല്ലാം US സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഹൗസിൽ എന്ത് സംഭവിച്ചാലും ഈ കമ്പനികളെല്ലാം ലോങ് ടേമിൽ സ്ഥിരമായി വളർച്ച നേടിയിട്ടുണ്ട്. അത് US മാർക്കറ്റിനെ ലോകത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ രാജ്യം അവരുടെ മാർക്കറ്റിലൂടെ ഇത്രയധികം കാശുണ്ടാക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ എന്തുകൊണ്ട് ഇതിൽ നിന്നും മാറി നിൽക്കുന്നു? നമുക്കും എങ്ങനെ ഇതിൽ പാർട്ട്നേഴ്സായി മാറാം? അവിടെയാണ് IND മണി നിങ്ങളെ സഹായിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് തന്നെ നേരിട്ട് US സ്റ്റോക്കുകളിലും ETF-കളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് IND മണി. വെറും 100 രൂപ വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ഒരു ഇന്ത്യൻ ഇൻവെസ്റ്റർ US സ്റ്റോക്കുകളെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കുമ്പോഴോ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ആ കമ്പനികളെ റിച്ചാക്കുകയാണ്. ആപ്പിൾ, എൻവിഡിയ എന്നിവയാണ് ഇന്ന് ലോകത്തെ ലീഡ് ചെയ്യുന്ന പ്രധാന കമ്പനികൾ. വർഷങ്ങളായി ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് ഇവയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എളുപ്പമുള്ള വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി US മാർക്കറ്റ് വലിയ പ്രോഫിറ്റാണ് തന്നുകൊണ്ടിരിക്കുന്നത്. എൻവിഡിയ, മെറ്റ പോലെയുള്ള കമ്പനികൾ തന്ന ലാഭമൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ എൻവിഡിയ 33,000% റിട്ടേൺ ആണ് നൽകിയത്. അതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തിൽ US മാർക്കറ്റിലെ S&P 500 ഏകദേശം 30% റിട്ടേൺ തന്നപ്പോൾ നിഫ്റ്റി 50 അത്രത്തോളം റിട്ടേൺ നൽകിയിരുന്നില്ല. അതുകൊണ്ട് US മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ അടിപൊളിയായാണ് പെർഫോം ചെയ്യുന്നത്. ഇതിൽ വേറൊരു ബെനിഫിറ്റ് കൂടിയുണ്ട്. ഡോളറുമായി നോക്കുമ്പോൾ രൂപയുടെ വാല്യൂ ഇടിയുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായി കൂടും. രൂപയ്ക്കെതിരെ ഡോളറിന് എല്ലാ വർഷവും ഏകദേശം 6 മുതൽ 8% വാല്യൂ കൂടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അഡീഷണൽ റിട്ടേൺ ആയിട്ട് കിട്ടും. IND മണിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. യാതൊരു പേപ്പർ വർക്കും ഇല്ലാതെ ആപ്പിലൂടെ തന്നെ പെട്ടെന്ന് KYC ചെയ്യാം. അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജുകളും ഇതിലില്ല. ആമസോണിൻ്റെയോ ഗൂഗിളിൻ്റെയോ ഒരു ഫുൾ ഷെയർ വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിലും അതൊരു പ്രശ്നമേ അല്ല. ഫ്രാക്ഷണൽ ഇൻവെസ്റ്റിംഗ് വഴി വെറും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഷെയറിൻ്റെ ചെറിയൊരു ഭാഗം വരെ വാങ്ങാൻ കഴിയും. മുഴുവൻ ഷെയറുകളും വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആ ചെറിയ ഭാഗവും അതേ റേറ്റിൽ വളർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ആഴ്ചയിലോ മാസത്തിലോ 500 രൂപ മുതൽ ഒരു ചെറിയ തുക മാറ്റിവെച്ച് നിങ്ങൾക്ക് ഒരു SIP തുടങ്ങാനും കഴിയും. അങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മാത്രമല്ല IND മണിയിൽ ഒരു US സ്റ്റോക്ക് വാങ്ങുന്നത് വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾ ഒരു സ്റ്റോക്ക് സെർച്ച് ചെയ്യുകയാണെന്ന് കരുതുക. ഉദാഹരണത്തിന് എൻവിഡിയ അല്ലെങ്കിൽ ആപ്പിൾ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴത്തെ പ്രൈസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് ബൈ ക്ലിക്ക് ചെയ്യുക. എത്ര രൂപയ്ക്കാണോ വാങ്ങേണ്ടത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യുക. പരിപാടി കഴിഞ്ഞു. നിങ്ങൾ അപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിൻ്റെ പാർട്ട്ണറായി കഴിഞ്ഞിട്ടുണ്ടാകും. സെല്ല് ചെയ്യാനും ഇതുപോലെ ഈസിയാണ്. സെല്ല് ക്ലിക്ക് ചെയ്യുക, എമൗണ്ട് അടിക്കുക, കൺഫേം ചെയ്യുക. കാശ് ഡയറക്റ്റായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. കൂടാതെ IND മണിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം വളർന്നുവെന്ന് കൃത്യമായി അറിയാനും പറ്റും. സ്റ്റോക്കിൽ നിന്നുള്ള പ്രോഫിറ്റും ഡോളറിൻ്റെ മാറ്റം കൊണ്ടുള്ള പ്രോഫിറ്റും നിങ്ങൾക്ക് വെവ്വേറെ കാണാൻ കഴിയും. ഇതിനു പുറമെ ടാക്സ് റിപ്പോർട്ടുകളുമൊക്കെ ആപ്പ് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി തരും. അതുകൊണ്ട് ആവശ്യമുള്ള പലതരം ടാക്സ് ഡോക്യുമെൻറ്റുകളെയും റിപ്പോർട്ടുകളെയും കുറിച്ചോർത്ത് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. IND മണിയുടെ ടാക്സ് സെൻറ്ററിൽ എല്ലാ ഡോക്യുമെൻറ്റുകളും റെഡിയായി കിട്ടും. മുൻപ് പറഞ്ഞതുപോലെ IND മണിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. യാതൊരു പേപ്പർ വർക്കും ഇല്ലാതെ ആപ്പിലൂടെ തന്നെ വേഗത്തിൽ KYC ചെയ്യാം. അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജുകളും ഇതിലില്ല. അതുകൊണ്ട് വൈറ്റ് ഹൗസിലെ തീരുമാനങ്ങൾ മാർക്കറ്റിനെ ഇളക്കിമറിക്കുമ്പോൾ നിങ്ങൾക്കും ആ ഗ്രോത്തിൻ്റെ ഭാഗമാകാം. താഴെ കാണുന്ന ലിങ്ക് വഴി IND മണി ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഏതായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. മെയിൻ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു സൈഡിലാണ് ഈസ്റ്റ് വിങ് ഉള്ളത്. ഇവിടെയാണ് ഫസ്റ്റ് ലേഡിയുടെ ഓഫീസുകളും സോഷ്യൽ സെക്രട്ടറിയുടെ ഓഫീസുകളും ഉള്ളത്. ഇതൊക്കെ പുറം ലോകത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഗവൺമെൻറ് സീക്രട്ടാക്കി വെക്കാൻ നോക്കുന്ന ബേസ്മെൻറ്റിലെ കാര്യങ്ങളോ? അതാണ് പ്രസിഡൻഷ്യൽ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ അഥവാ PEOC. എമർജൻസി സമയത്ത് പ്രസിഡന്റിനെയും മറ്റുള്ളവരെയും സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബങ്കറാണിത്. ഈസ്റ്റ് വിങ്ങിന് താഴെയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇതിന് ന്യൂക്ലിയർ ബോംബുകളെ പോലും തടഞ്ഞു നിർത്താൻ കഴിവുണ്ട്. ഇതിന് സ്വന്തമായി പവർ സപ്ലൈയും എയർ ഫിൽട്രേഷൻ സിസ്റ്റവും ഇവിടെയുണ്ട്. സെപ്റ്റംബർ 11 അറ്റാക്ക് സമയത്ത് വൈസ് പ്രസിഡന്റ് ഡിക് ചെനിയും മറ്റുള്ളവരും ഇവിടെയാണ് ഓടിയൊളിച്ചത്. പക്ഷേ ഇത് എത്ര കാലമായി പണിയുകയാണെന്നോ അവിടെ വേറെ എന്തൊക്കെയുണ്ടെന്നോ പുറം ലോകത്തിനറിയില്ല.
രഹസ്യങ്ങൾ ഉള്ളിടത്ത് കഥകളും ഉണ്ടാകുമല്ലോ. വൈറ്റ് ഹൗസിൻ്റെ ബേസ്മെൻറ്റിനെ കുറിച്ച് പല കഥകളുമുണ്ട്. എമർജൻസി വരുമ്പോൾ എസ്കേപ്പ് ആകാൻ അണ്ടർഗ്രൗണ്ട് ടണലുകൾ ഉണ്ടെന്നും ഭയങ്കര സീക്രട്ടായ ഡോക്യുമെൻറ്റുകളും പുരാവസ്തുക്കളും അവിടെ വെച്ചിട്ടുണ്ടെന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ വെറും റൂമറുകൾ ആണെങ്കിലും വൈറ്റ് ഹൗസിന് താഴെ എന്താണെന്നത് ഇന്നും ഒരു വലിയ സീക്രട്ടായി തുടരുകയാണ്. ഇത്രയധികം സെക്യൂരിറ്റിയുള്ള ഈ ബിൽഡിങ്ങിലേക്ക് ആർക്കെങ്കിലും അതിക്രമിച്ചു കടക്കാൻ പറ്റുമോ? പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു കോട്ട പോലെയാണ് തോന്നുക. എങ്കിൽ കൂടിയും വൈറ്റ് ഹൗസ് പബ്ലിക്കിനായി തുറന്നു കൊടുക്കാറുണ്ട്. പക്ഷേ അതിന് വലിയ പ്ലാനിംഗ് ഒക്കെ വേണം. നിങ്ങൾ 21 ദിവസം മുൻപ് തന്നെ ബുക്ക് ചെയ്യണം. അതുപോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങും ഉണ്ടാകും. അമേരിക്കക്കാർക്കും വിദേശികൾക്കും അപ്ലൈ ചെയ്യാൻ വെവ്വേറെ രീതികളാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വെറുതെ കയറി ചെന്ന് പ്രസിഡന്റിനെ കാണാൻ കഴിയില്ല. സെക്യൂരിറ്റിയുടെ കാര്യം പറയുമ്പോൾ വൈറ്റ് ഹൗസിന് മുകളിലൂടെ വിമാനങ്ങൾ പറക്കാൻ പാടില്ല. വാഷിംഗ്ടൺ DC-യിലെ ഈ ഏരിയ എപ്പോഴും നിരീക്ഷണത്തിലായിരിക്കും. പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും വാഹനം വന്നാൽ അത് വെടിവെച്ചിടാൻ മിസൈൽ സിസ്റ്റംസ് ഇവിടെ റെഡിയാണ്. ബിൽഡിങ്ങിന് ചുറ്റും എപ്പോഴും മോണിറ്റർ ചെയ്യുന്ന റഡാറുകളുമുണ്ട്. അതുമാത്രമല്ല വൈറ്റ് ഹൗസിൻ്റെ പരിസരത്ത് ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ഇൻഫ്രാറെഡ് ക്യാമറകൾ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും അവിടെ ഒളിച്ചിരിക്കാനും കഴിയില്ല. ഒരു ചെറിയ ചൂട് പോലും കണ്ടുപിടിക്കാൻ ഇതിന് കഴിയും. വൈറ്റ് ഹൗസിന് ചുറ്റുമുള്ള വേലിക്ക് പോലും വലിയൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം 13 അടി ഉയരമുള്ള ഈ വേലിയിൽ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, അപ്പോൾ തന്നെ സെക്യൂരിറ്റിക്ക് ഇൻഫർമേഷൻ പോകും. ഇവിടുത്തെ ജനാലകൾ ബുള്ളറ്റ് പ്രൂഫാണ്. തോക്കിൽ നിന്നുള്ള ബുള്ളറ്റുകളെ അവ തടഞ്ഞു നിർത്തും. വലിയ ഡേഞ്ചർ എന്തെങ്കിലും വന്നാൽ നേരത്തെ പറഞ്ഞ ബങ്കറിലേക്ക് മാറാനും ഇവർക്ക് കഴിയും. ഈ ടെക്നോളജികളെല്ലാം പരാജയപ്പെട്ടാൽ പോലും സീക്രട്ട് സർവീസ് ഏജന്റുമാരും പോലീസും എപ്പോഴും വൈറ്റ് ഹൗസിന് ചുറ്റും ഗാർഡ് ചെയ്ത് നിൽപ്പുണ്ടാകും. ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ബിൽഡിംഗ് എങ്ങനെയാണ് ട്രില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന മാർക്കറ്റുകളെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഒരേ ഒരു ചോദ്യം മാത്രമാണ് ബാക്കി. നിങ്ങൾ ഇത് വെറുതെ നോക്കി നിൽക്കാൻ പോവുകയാണോ അതോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണോ? IND Money ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്.